നമ്മൾ പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ പരിപാടി ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ ചെടി കുടിച്ചു വന്ന സമയത്ത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതാ പെയിൻ്റ് അടിക്കാൻ പഠിക്കുക എന്നുള്ളത്. ഓൾറെഡി ഇവിടെ വൃത്തിയായിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ചതാണ്. അപ്പോൾ ഞാൻ പ്ലാന്റൊക്കെ വെച്ചതിന് ശേഷം വെള്ളം ഇറങ്ങി വന്ന് നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ പെയിൻ്റ് അടിച്ച് നമ്മൾ സ്വന്തമായി പെയിൻ്റ് അടിച്ച് ആ പുതിയ ലുക്ക് കാണിക്കാം കേട്ടോ. ചെടി ഇതൊക്കെ ഇവിടെ തന്നെയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ആ റോസ് മാത്രമാണ് വാങ്ങിച്ചത്, ഈ ഒരു റോസ്. ബാക്കിയൊക്കെ ഇവിടെയുള്ള പ്ലാന്റാണ്. മുല്ലയൊക്കെ നന്നായിട്ട് മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, ഫംഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്തു, മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി, ചെടിയൊക്കെ നല്ല വൃത്തിയിൽ പ്രൂൺ ചെയ്ത് അപ്പോൾ നന്നായിട്ട് മുട്ടോടെയാണിത് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം മുല്ലയൊക്കെ നന്നായിട്ട്, കുറ്റിമുല്ലയാണേ, നന്നായിട്ട് മുട്ടുണ്ട്. എല്ലാത്തിലും വൃത്തിയായിട്ട് വെച്ച് അടുക്കി പെറുക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പാമ്പുണ്ടല്ലോ, പാമ്പ് 2 years ആയിട്ടുണ്ടായിരുന്നു നമ്മളതിനെ റിപ്പോർട്ട് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സ്റ്റമ്മിനൊരു ചീയുന്ന പോലെ തോന്നിയപ്പം മാറ്റിയതാണ്. അപ്പം കണ്ട കാഴ്ച നിങ്ങളെ കാണിക്കാം. നമ്മൾ പണിയായുധങ്ങളൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ, ടയേർഡായിപ്പോയി. ഇതാ കണ്ടോ, ഇത്രയും റൂട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള റൂട്ട്സാണ്. ആ കാണുന്നത് ഫുള്ള് നമ്മുടെ ചട്ടിയിലുണ്ടായിരുന്ന റൂട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് പുതിയ പോട്ടിംഗ് മിക്സ് ഇതാ നമ്മൾ കൊക്കോപ്പീറ്റും അതുപോലെ തന്നെ മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി പുതിയതായിട്ട് പ്രീപോട്ട് ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് അഭിമാനത്തോടെ പറയും നമ്മൾ പെയിൻ്റ് അടിച്ചതാണ്. ഫുള്ള് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മൾ ട്രേ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ട്രേ വെക്കാത്തത് കൊണ്ടാണ് ഫുള്ള് ഇറങ്ങി വന്ന് പണിയായി.